PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 2022 SSLC ലെവൽ സ്റ്റേജ് 4ലെ ക്വസ്റ്റ്യനാണിത്. ക്വസ്റ്റ്യൻ്റെ കോഡ് 071/2022. എക്സാം നടന്ന ഡേറ്റ് 19 ജൂൺ 2022. കാറ്റഗറി നമ്പർ 34/2020, 61/2020, 14/2021. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? സൗമ്യ സ്വാമിനാഥൻ. ഓപ്ഷൻ സി സൗമ്യ സ്വാമിനാഥനാണ് ആൻസറായിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? എന്താണ് ക്വസ്റ്റ്യൻ? ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ഓപ്ഷൻ എ 5+3+3+4. ഓപ്ഷൻ എ 5+3+3+4 ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏത്? റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഓപ്ഷൻ ഡി ചെങ്കോട്ടയാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഏത് നോട്ടിലാണ് കാണുന്നത്? സാഞ്ചി സ്തൂപം വരുന്നത് 200 രൂപ നോട്ടിലാണ്. പുതിയ 200 രൂപ നോട്ടിൻ്റെ ചിത്രമാണ് സാഞ്ചി സ്തൂപം. മംഗൾയാൻ നമുക്കറിയാം അല്ലേ, 2000 നോട്ടിൽ കാണുന്ന ചിത്രമാണ് മംഗൾയാൻ. ഹംപി വരുന്നത് പുതിയ 50 രൂപ നോട്ടിലാണ് ഹംപിയുടെ ചിത്രം വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഓപ്ഷൻ ഡി ചെങ്കോട്ടയാണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഒളിമ്പിക്സ് വേദി. 2024 ഒളിമ്പിക്സ് വേദി ഏതാണ്? ഓപ്ഷൻ ബി പാരീസ് ആണ് ആൻസർ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ മൃതസഞ്ജീവനിയാണ് ആൻസറായിട്ട് വരുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യാനുള്ള പദ്ധതി മൃതസഞ്ജീവനി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം മറ്റ് 3 ഓപ്ഷൻസ് ഉണ്ടല്ലേ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഈ ജീവനി സഞ്ജീവനി എന്ന് പറയുന്നത്? ജീവനി സഞ്ജീവനി എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വഴി വീട്ടുപടിക്കൽ പച്ചക്കറി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ജീവനി സഞ്ജീവനി എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? 25/3/2020 കൊച്ചിയിലാണ് ജീവനി സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ജീവനം എന്ന് പറയുന്ന പദ്ധതി എന്താണ്? ജീവനം അതായത് നിർധനരായ രോഗികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സൗജന്യ നിരക്കിലും സൗജന്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണ് ജീവനം പദ്ധതി എന്ന് പറയുന്നത്. ഇനി ജീവൻ ദീപം എന്ന് പറയുന്നത് അത് കുടുംബശ്രീ അംഗങ്ങൾക്കാണ്. കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള ഓരോരോ നേട്ടങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേട്ടങ്ങൾക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് ജീവൻ ദീപം എന്ന് അറിയപ്പെടുന്നത്. അപ്പം മൃതസഞ്ജീവനിയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി. ആറാമത്തെ ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ഫെബ്രുവരി 21. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 21 ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. അല്ലേ, നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയാം. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. അപ്പോൾ നിലവിലെ സംസ്ഥാനത്തെ ലോകായുക്ത ഏതാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് സിറിയക് ജോസഫിൻ്റെതാണ് നിലവിലുള്ള സംസ്ഥാനത്തെ ലോകായുക്ത. ഓക്കെ, ഏതാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓപ്ഷൻ ഡി ഇംഗ്ലണ്ടാണ് ആൻസർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് പ്രസ്താവനകൾ? നമുക്ക് ഫസ്റ്റ് വായിക്കാം. ഉത്തര അറ്റ്ലാന്റിക് സഖ്യസംഘടന രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 ബ്രസീൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പം ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് ഈ 3 എണ്ണത്തിൽ?
ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് 1, 2, 3 ശരിയാണെന്നാണ് പറയുന്നത്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് നാറ്റോയുടെ ലക്ഷ്യം. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, 2022 രാജ്യത്ത് എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് ഒരു 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഓപ്ഷൻസ് വായിച്ച് നോക്കുമ്പോൾ തന്നെ അറിയില്ലേ. പ്രധാനമന്ത്രി കൃഷി സഞ്ജയ് യോജന എന്ന് പറയുമ്പോൾ അല്ലേ, കൃഷിയാണ്, അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. പിന്നെ ഏതാണ്? ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന, നമുക്കത് ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രധാനമന്ത്രി ആവാസ് യോജന. അപ്പം മറ്റു 3 പദ്ധതിയും ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. എന്താണ് പ്രധാനമന്ത്രി കൃഷി സഞ്ജയ് യോജന? അത് നമുക്കറിയാം, കേൾക്കുമ്പോൾ തന്നെ അറിയാം, അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ യുവാക്കളെ മികച്ച ഉപജീവന മാർഗം ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് പ്രൈം മിനിസ്റ്റർ യൂത്ത് ട്രെയിനിങ് പ്രോഗ്രാം എന്നൊക്കെ പറയാറുണ്ട്. അടുത്ത ഓപ്ഷൻ സി ഏതാണ്? പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണത്താൽ മരണപ്പെട്ടാൽ ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുന്ന വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 4 മാറിപ്പോകരുത്. ഫസ്റ്റത്തേത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്കൻഡ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇന്ത്യൻ യുവാക്കളെ മികച്ച ഉപജീവന മാർഗം ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റർ യൂത്ത് ട്രെയിനിങ് പ്രോഗ്രാം എന്ന മറ്റൊരു പേരുണ്ട്. പിന്നെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും കാരണത്താൽ മരണപ്പെട്ടാൽ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് ആൻസർ വരുന്നത്. അതായത് 2022 രാജ്യത്ത് എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം നേടുന്നതിനായിട്ട് 2015 ജൂൺ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി സിവാലിക് ആണ്. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം അറിയപ്പെടുന്നത് സിവാലിക് എന്നാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെ പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്? 3 പർവ്വതനിരകൾ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയ പർവ്വതമെന്ന് അറിയപ്പെടുന്നത്. ഇതിൽ ഏറ്റവും ഉയരം കൂടിയ ഹിമാലയൻ പർവ്വതനിരയാണ് ഹിമാദ്രി. ഏകദേശം 6000 മീറ്ററാണ് ഹിമാദ്രിയുടെ ഉയരം. ഏറ്റവും ഉയരം കൂടിയ ഹിമാലയൻ പർവ്വതനിരയാണ് ഹിമാദ്രി. ഈ ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. 3000 മീറ്ററാണ്. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ, 3000 മീറ്റർ. ഹിമാചലിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സിവാലിക് എന്ന് പറയുന്നത്. 1220 മീറ്ററേ ഉള്ളൂ. ഹിമാചലിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഏതെന്ന് പറയുന്നത്? സിവാലിക് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഉയരം കുറഞ്ഞ ഹിമാലയൻ പർവ്വതനിരയാണ് സിവാലിക് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓഫ് കോഴ്സ് സിവാലിക് ആണ് അറിയപ്പെടുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഓപ്ഷൻ ഡി വിഴിഞ്ഞം. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. ക്വസ്റ്റ്യൻ 13, ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഓപ്ഷൻ ബി നാഗ്പൂർ ആണ് ആൻസർ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഓപ്ഷൻ ബി നാഗ്പൂർ. 15ാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്?
ഓപ്ഷൻ സി കാവേരിയാണ് ആൻസർ. അപ്പോൾ ബാക്കിയുള്ള 3 നദികളും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് നോക്കാം. കൃഷ്ണ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? കൃഷ്ണയും പശ്ചിമഘട്ടത്തിൽ തന്നെയാണ്, പക്ഷേ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നല്ല. പശ്ചിമഘട്ടത്തിലെ, അതായത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ, പശ്ചിമഘട്ടത്തിലുള്ള മഹാബലേശ്വർ കുന്നുകൾ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. ഇനി കബനി നദി എവിടെയാണ്? കബനി എന്ന് പറയുന്നത് കാവേരി നദിയുടെ തന്നെ പ്രധാന പോഷക നദിയാണ് കബനി നദി. കപില എന്ന മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. പനമരം നദിയുടെയും മാനന്തവാടി നദിയുടെയും സംഗമ സ്ഥാനത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കബനി നദി. 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? അപ്പം ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്ന് അറിയപ്പെടുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. ഇതിലേതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്നറിയപ്പെടുന്നു, അതുപോലെ കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുമാണ് ശരി, ബാക്കി 2ഉം തെറ്റാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ഓപ്ഷൻ എ മുംബൈയിലാണ്. ഓപ്ഷൻ എ മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. ക്വസ്റ്റ്യൻ 18, 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഏതാണ് 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ആണ് ആൻസർ. ബാക്കിയുള്ള 3 സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ ഏതാണെന്ന് നോക്കാം. ജമ്മു ആൻഡ് കാശ്മീർ, ശ്രീനഗറാണ് തലസ്ഥാനം. പഞ്ചാബിൻ്റെത് ചണ്ഡീഗഡ്, ഉത്തർഖണ്ഡിൻ്റെത് ഡെറാഡൂണാണ് തലസ്ഥാനമായിട്ട് വരുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ. 20ാമത്തെ ക്വസ്റ്റ്യൻ, പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനം നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ്. അപ്പം 1ാം സ്ഥാനത്ത് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയുമാണ്. അപ്പം 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്തുമാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതെന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നേരെ വായിക്കണം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ആനയാണ്. പൈതൃക മൃഗം ആന. ഓപ്ഷൻ സി ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 23, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 42 ആണ്. ഓപ്ഷൻ ഡി 42 ആണ് ആൻസർ വരുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്, ദേശീയ ഗാനമല്ല, ദേശീയ ഗീതമാണ്. ഏതാണ് ദേശീയ ഗീതം? വന്ദേ മാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ജനിച്ചത്. ഓപ്ഷൻ ബി ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനവും ഗീതവും തിരിഞ്ഞു പോകരുത്. ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജി. 25ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമേത്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 2005 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണ്? ഓപ്ഷൻ ഡി 3ാം ഭാഗത്ത്. 3ാം ഭാഗത്താണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും സിയും ഒക്കെ എന്താണ് പറയുന്നത് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? 4ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ്. ഭാഗം 8 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഗം 5 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് യൂണിയനെ കുറിച്ചുമാണ്. അപ്പം ഭാഗം 3 നമ്മുടെ മൗലികാവകാശങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 27, ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളുണ്ട്? ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണുന്ന അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളാണുള്ളത്? ഓപ്ഷൻ സി 24.
28ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 29, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യയാണ്. ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യാണ് ആൻസർ. 30, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. സ്വത്തവകാശം നമ്മുടെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതല്ല, ബാക്കിയെല്ലാം മൗലികാവകാശങ്ങളാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരമാണ് ആൻസർ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. 32, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെയാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ആണ് ആൻസർ. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ള വാക്ക്. 33, ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്ത് വെച്ച് ഉപ്പുകുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി 1930 ഏപ്രിൽ 6 ആൻസർ. 34, അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? ഓപ്ഷൻ സി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 35, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി അരുണ ആസഫ് അലിയാണ്. ക്വസ്റ്റ്യൻ 36, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ റാണി ഗൈഡ്ലിയു. റാണി ഗൈഡ്ലിയുവാണ് ജവഹർലാൽ നെഹ്റു നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. 37, താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗ് പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗ് പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി റൗലറ്റ് നിയമത്തിനെതിരായിട്ടാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗ് പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്. 39, വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? വിധിയുമായി ഒരു കൂടിക്കാഴ്ച ജവഹർലാൽ നെഹ്റു ആണ് ആൻസർ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു വിധിയുമായി ഒരു കൂടിക്കാഴ്ച. 40, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിൻ്റെ വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഓപ്ഷൻ ഡി ഉധം സിംഗ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഉധം സിംഗ്. ക്വസ്റ്റ്യൻ 41, യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഓപ്ഷൻ ഡി കാസർഗോഡാണ്. കാസർഗോഡാണ് ആൻസർ. കാസർഗോഡാണ് യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല. 42, സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ എ പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. താഴെ കൊടുത്തവയിൽ കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി എന്ന് പറയുന്നത് പാമ്പാറാണ്. 44 നദികളുണ്ടെന്ന് നമുക്കറിയില്ല. കേരളത്തിൽ 44 നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. 44 നദികളിൽ 41 പടിഞ്ഞാറോട്ടും 3 എണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ആ കിഴക്കോട്ട് ഒഴുകുന്ന 3 എണ്ണത്തിൽ ഒന്നാണ് പാമ്പാർ. ബാക്കി 2 എണ്ണം ഏതൊക്കെയാണ്? കബനി, ഭവാനി. അപ്പോൾ ഈ കബനി, ഭവാനി, പാമ്പാർ ഈ 3 നദികളുമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. 45ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ സി ഇടുക്കിയാണ്. 46, കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. 47ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്?
പ്രാചീന തമിഴകത്തിലെ നമ്മൾ തിണകളെ കുറിച്ചിട്ട് എല്ലാ എക്സാംസിനും ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ തീരപ്രദേശമാണ്. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു തിണകൾ ഏതൊക്കെയെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്രാചീന തമിഴകത്തെ ഭൂപ്രദേശങ്ങളെ 5 തിണകൾ അഥവാ ഭൂവിഭാഗങ്ങളായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിങ്ങനെ 5 എണ്ണമുണ്ട്. ഇതിൽ കുറിഞ്ചി എന്ന് പറയുന്നത് പർവ്വത പ്രദേശത്താണ്. മുല്ലൈ കുന്ന് പുൽമേടുകൾ, പാലൈ മണൽ കലർന്ന പാഴ്പ്രദേശം, മരുതം വയൽ പ്രദേശമാണ്. നെയ്തൽ എന്ന് പറഞ്ഞാൽ കടൽ തീരം അല്ലെങ്കിൽ തീരപ്രദേശത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. 48 കൊടുങ്ങരം പള്ളംപുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരം പള്ളംപുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഓപ്ഷൻ സി ആലപ്പുഴ. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ഓപ്ഷൻ എ OM നമ്പ്യാറാണ് ആൻസർ. ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആര്? ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ്. 52 കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ആരായിരുന്നു കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികളാണ് കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ചത്. അപ്പോൾ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ബാക്കി 3 പേരും ജനിച്ച സ്ഥലങ്ങൾ ഏതാണെന്ന് നോക്കാം. പെരിയോർ EV രാമസ്വാമിയാണ്. ഈ റോഡിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ആനന്ദ തീർത്ഥനാണെങ്കിൽ തലശ്ശേരിയിലാണ് ജനനം. ബ്രഹ്മാനന്ദ ശിവയോഗി പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. 53ാമത്തെ ക്വസ്റ്റ്യൻ, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദനാണ് ആൻസർ. 54ാമത്തെ ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ഇവിടെ ഓപ്ഷൻ എ രാമകൃഷ്ണ പിള്ള കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം സ്വദേശാഭിമാനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓപ്ഷൻ എ രാമകൃഷ്ണ പിള്ളയുടെ പേരങ്ങ് എഴുതും അല്ലേ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് മാത്രം നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ആൻസറാണ് നമ്മൾ പെട്ടെന്ന് എഴുതുക. പക്ഷെ അത് തെറ്റാണ്. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് സ്ഥാപകൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ഈ രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്നത് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. പത്രാധിപർ ആരാന്ന് കേട്ടാൽ അത് രാമകൃഷ്ണ പിള്ളയും സ്ഥാപകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്ഥാപകൻ. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയും പത്രാധിപർ രാമകൃഷ്ണ പിള്ളയുമാണ്. KP കേശവമേനോൻ ഏത് പത്രത്തിൻ്റെയാണ്? മാതൃഭൂമി പത്രത്തിൻ്റെയാണ്. CV കുഞ്ഞിരാമൻ എന്ന് പറയുന്നത് കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകനാണ് CV കുഞ്ഞിരാമൻ. 55ാമത്തെ ക്വസ്റ്റ്യൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ കുമാരഗുരുവാണ്. ഓക്കെ, അപ്പം മറ്റു ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കാം. പണ്ഡിറ്റ് കറുപ്പൻ ഏതാണ്? അരയ സമാജമാണ് സ്ഥാപിച്ചത്. P പൽപ്പു എന്ന് പറയുന്നത് P പൽപ്പു ഈഴവ മെമ്മോറിയൽ സ്ഥാപിച്ചതാണ്. ഈഴവ മെമ്മോറിയലിൻ്റെ ആണ് P പൽപ്പു. അടുത്തത് ഏതാണ്? അയ്യത്താൻ ഗോപാലൻ എന്ന് പറയുന്നത് സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിന് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. 56 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത പരിഷ്കർത്താവ് ആര്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദറാണ് ആൻസർ. 58 വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ബി അയ്യങ്കാളി. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ ബി അയ്യങ്കാളി. 59 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. 60 വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. 61 രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ ബി ഇൻസുലിൻ.
ഇതിലെ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്താണ്? ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പരിപാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. അഡ്രിനാലിനോ? ഉപാപചയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നു, ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും പോകുന്ന രക്തക്കുഴലുകളുടെ വികാസം വർദ്ധിപ്പിക്കുന്നു. ഇവയൊക്കെയാണ് അഡ്രിനാലിൻ ചെയ്യുന്നത്. 62 സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ ബി O ഗ്രൂപ്പാണ്. 63 വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ടൈഫോയിഡ്. ടൈഫോയിഡിനുള്ളൊരു ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. 64 ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട്? ഓപ്ഷൻ സി 24 അസ്ഥികളാണ് ഉള്ളത്. 65 ക്വസ്റ്റ്യൻ. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ജീവകം ഡി ആണ് ആൻസർ. ഓപ്ഷൻ ബി ജീവകം ഡി ആണ് ആൻസർ. ശരീരത്തിൻ്റെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഡി. 66 ക്വസ്റ്റ്യൻ. കുടിവെള്ളവുമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ശുദ്ധജലത്തിൻ്റെ ആണെങ്കിൽ ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് വെറും 7 ആണ്. 7 to 7.5 ആൻസറായിട്ട് വരത്തില്ല. ആൻസർ 4 ഓപ്ഷനും തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ശുദ്ധജലത്തിൻ്റെ കറക്റ്റ് 7 ആണ് pH മൂല്യം വരുന്നത്. അതുപോലെ തന്നെ രക്തത്തിൻ്റെ ആണെങ്കിൽ 7.4, ഉമിനീർ 6.5 to 7.4, നാരങ്ങ വെള്ളം 2.4, ബിയർ 4.5, കാപ്പി 5, ചായ 5.5, പാൽ 6.5, കടൽ വെള്ളത്തിനാണെങ്കിൽ 8.5. ഇങ്ങനെയൊക്കെയാണ് pH മൂല്യം വരുന്നത്. 67 ക്വസ്റ്റ്യൻ ആണ്. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏതാണ്? എപ്പിഫൈറ്റുകൾ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. എപ്പിഫൈറ്റുകളാണ്. അപ്പോൾ ഈ പരാദ സസ്യങ്ങളും ശവോപജീവികളും ആരോഹികളൊക്കെ എന്താണെന്ന് നോക്കാം. പരാദ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് സസ്യങ്ങളിൽ വളരുകയും ആഹാരവും ജലവും അവയിൽ നിന്ന് വലിച്ചെടുത്ത് ജീവിക്കുന്ന സസ്യങ്ങളെയാണ് പരാദ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഇത്തൾ, മൂടില്ല താളി ഇതൊക്കെ മറ്റ് സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്ന് ആഹാരവും ജലവും ഒക്കെ അവയിൽ നിന്ന് വലിച്ചെടുത്ത് ജീവിക്കും മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന സസ്യങ്ങളാണ്. ഇനി ശവോപജീവികൾ എന്ന് പറയുന്നത് ജീർണാവശിഷ്ടങ്ങളിലെ ലേയകാർബണിക പദാർത്ഥങ്ങളിൽ നിന്ന് ആഹാരം ആഗിരണം ചെയ്യുന്ന ഫംഗസുകളെയാണ് ശവോപജീവികളെന്ന് പറയുന്നത്. ആരോഹികൾ എന്ന് പറയുന്നത് സമീപത്തുള്ള വസ്തുക്കളിലോ ചെടികളിലോ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് വളരുന്ന സ്വഭാവമുള്ള സസ്യങ്ങളാണ് ആരോഹികൾ. അപ്പം ഈ 4 വിഭാഗങ്ങൾ മാറിപ്പോകരുത്. 68 ക്വസ്റ്റ്യനാണ്. ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഏതെന്നുള്ളത്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് ഭൂകാണ്ഡം എന്ന് അറിയണം അല്ലേ? എന്താണ് ഭൂകാണ്ഡം എന്ന് പറയുന്നത്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയും. അതായത് നമ്മുടെ കിച്ചണിൽ കുറച്ച് പച്ചക്കറികൾ കിച്ചണിൽ ഇരുന്ന് തന്നെ ഓൾറെഡി അതിന് ചെറിയ ചെറിയ മുകുളങ്ങളുണ്ടാകും അല്ലേ? ചെറിയ വളർച്ച ഉണ്ടാകും. നമ്മളതെടുത്ത് മണ്ണിലേക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും പുതിയ സസ്യമുണ്ടായി നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് ഭൂകാണ്ഡ സസ്യങ്ങളെന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഉരുളക്കിഴങ്ങാണ് ഇതിലെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഉരുളക്കിഴങ്ങാണ്. അപ്പം ഇഞ്ചി, ചേന, കാച്ചിൽ, ചേമ്പ്, കൂവ, മഞ്ഞൾ, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഭൂകാണ്ഡ സസ്യങ്ങളാണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉള്ളതാണ്. അതായത് ഇപ്പോൾ ഇഞ്ചി ആണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും നമ്മുടെ അടുക്കളയിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൽ ചെറിയ ചെറിയ മുകുളങ്ങളുണ്ടാകും. അതിനെയാണ് നമ്മൾ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കായ്ഫലം കിട്ടുന്നത്, അത് വളരുന്നത്. അപ്പോൾ ചേനയാണെങ്കിലും കാച്ചിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളൊന്ന് മുറിച്ചിട്ട് കൊണ്ടുവന്ന് കുഴിച്ചിട്ടാലും അത് വളരും. അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് ഭൂകാണ്ഡ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂകാണ്ഡ സസ്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ പഠിക്കേണ്ട എന്നാണ് സംഭരണ വേരുകൾ. സംഭരണ വേരുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് റൂട്ട്. അതായത് ബാക്കിയുള്ളതെല്ലാം മധുരക്കിഴങ്ങ്, മരിച്ചിനി, ക്യാരറ്റ് ഇവയെല്ലാം സംഭരണ വേരുകളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എന്തായാലും താഴെ കൊടുത്തേക്കാം. ക്വസ്റ്റ്യൻ 69. പയറുവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? പയറുവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഓപ്ഷൻ എ ഹരിതയാണ് ആൻസർ. 70. ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏതിനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏതിനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ഓപ്ഷൻ ബി ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോള്.
71ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 4 ജോഡി തന്നിട്ടുണ്ട്. ഇതിൽ ഐസോടോപ്പുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. എന്താണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ? ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളൊക്കെ കറക്റ്റാണ് അല്ലേ? അപ്പോൾ ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ആൻസർ അപ്പോൾ വരുന്ന ഏതായിരിക്കും? അതനുസരിച്ച് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 2ഉം 4ഉമാണ് ആൻസർ വരുന്നത്. നോക്ക്, 2ാമത്തതും 4ാമത്തതും ഒരേ മൂലകമാണ് തന്നേക്കുന്നത്. 2ാമത്തെ ഓപ്ഷനിൽ 2 ജോഡിയും കാർബണിൻ്റെ ആണ്. 4ാമത്തെ ഓപ്ഷനിൽ 2 ജോഡിയും ഹൈഡ്രജൻ്റെ ആണ്. അതേപോലെ തന്നെ ഒരേ അറ്റോമിക നമ്പർ ഉണ്ട്. 2നും വ്യത്യസ്ത മാസ് നമ്പറുമാണ് മുകളിൽ കൊടുത്തേക്കുന്നത്. കാർബണിന് 12, 13, ഹൈഡ്രജന് 2, 3 അങ്ങനെ വ്യത്യസ്ത മാസ് നമ്പറുമാണ് കൊടുത്തേക്കുന്നത്. എന്നാൽ മറ്റ് 2ഉം എടുത്ത് നോക്കിയേ, 1ാമത്തെയും 3ാമത്തെയും ആണെങ്കിൽ ഒരേ മൂലകങ്ങളാണോ? അല്ല. ഒന്ന് ഹൈഡ്രജനും ഒന്ന് ഹീലിയവുമാണ്. മാസ് നമ്പറൊക്കെ ഒരേപോലെ കൊടുത്തിട്ടുണ്ട്. മറ്റേതിൽ മാസ് നമ്പർ വ്യത്യാസമാണ്. പക്ഷെങ്കിൽ 2ഉം 2 മൂലകങ്ങളാണ് അല്ലേ? നമുക്കിവിടെ ഐസോടോപ്പ് എന്ന് പറയുന്നത് ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളെയാണ് നമുക്ക് ഐസോടോപ്പുകൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ബി 2ഉം 4ഉമാണ്. 73ാമത്തെ ക്വസ്റ്റ്യൻ, മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ സി മോസ്ലിയാണ് ആൻസർ. ഓപ്ഷൻ സി മോസ്ലി. 74ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം ഓപ്ഷൻ സി ആണ് 3. 75, ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം എന്താണ്? ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ഓപ്ഷൻ ബി NaHCO3 ആണ് ആൻസർ. ഓപ്ഷൻ ബി NaHCO3. NaHCO3 എന്ന് പറയുമ്പോൾ സോഡിയം ബൈകാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ. ഇനി Na2CO3 ഏതാണ്? Na2CO3 ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ Na2CO3 സോഡിയം കാർബണേറ്റ് ആണ്. ഈ സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ വാഷിംഗ് സോഡയാണ്. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ. ഇനി NaNO2 എന്ന് പറഞ്ഞാൽ സോഡിയം നൈട്രേറ്റ് ആണ്. സോഡിയം നൈട്രേറ്റിനെയാണ് NaNO2 എന്ന് പറഞ്ഞാൽ. NaOH എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. നമ്മുടെ കാസ്റ്റിക് സോഡയാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് NaOH. 76ാമത്തെ ക്വസ്റ്റ്യൻ, ഊർജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം എന്താണ്? ഊർജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഊർജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം ഓപ്ഷൻ ബി. 77, ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്ര? ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 212 ഡിഗ്രി ഫാരൻഹീറ്റ്. 78ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി ജലമാണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ജലം. 79ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഓപ്ഷൻ എ ഗുരുത്വബലത്തിനാണ്. 80, മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്ര? മനുഷ്യൻ്റെ ശ്രവണ പരിധി ഓപ്ഷൻ ഡി 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് വരെയാണ് ഒരു മനുഷ്യൻ്റെ ശ്രവണ പരിധി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.